വെൽക്കം ഓൾ ടു വിന്നേഴ്സ് അക്കാഡമി. നമ്മളിവിടെ ഇന്ന് കൂടിച്ചേർന്നിരിക്കുന്നത് പ്രോഗ്രാമർ പോസ്റ്റിന്റെ ഡീറ്റെയിലും ഇത് കൂടാതെ ലെക്ചറിങ് കമ്പ്യൂട്ടർ സയൻസ് പോളിടെക്നിക്കലിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും അതിന്റെ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു 2021 എന്ന് പറയുന്ന ഒരു വർഷം യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, IT, MCA ബാച്ചുകാർക്ക് വളരെ നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യമായി കേരള യൂണിവേഴ്സിറ്റീസിൽ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇത്രയും നാളും ഏകദേശം 80ഓളം അല്ലെങ്കിൽ 100ഓളം ആൾക്കാർ കേരള യൂണിവേഴ്സിറ്റീസിൽ കോൺട്രാക്ട് ബേസിസിലായിരുന്നു പ്രോഗ്രാമർ പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതും നല്ല ശമ്പളത്തോടു കൂടി, നിയർലി ഒരു 40,000 ഒക്കെ ആയിരുന്നു അവരുടെ സാലറി എന്ന് പറയുന്നത്. അത്രയും സാലറിയുമായിട്ട് അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അത് പ്രോഗ്രാമർ പോസ്റ്റ് PSCയിലേക്ക് അയച്ച് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഒരു വർഷമാണ് 2021. ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ഹൈസ്കൂൾ ലെവലിൽ പ്രോഗ്രാം IT ഒക്കെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ടീച്ചറും ജോഗ്രഫി ടീച്ചറും ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു മാറ്റം വേണമെന്ന് ഒരു PSCയിലേക്ക് ഒരു റിക്വസ്റ്റ് പലതവണയായിട്ട് നമ്മൾ കൊടുത്തതിന് കാരണമായിട്ട് അവർ അതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു പാനലിനെ നിശ്ചയിക്കുകയും അതിനുവേണ്ടി ഒരു മിക്കവാറും ഈ ഒരു വർഷം എൻഡിൽ തന്നെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിയർലി ഒരു 200 വേക്കൻസിയോളം ഓൾ ത്രൂ ഔട്ട് ദി കേരളയിൽ ത്രൂ ഔട്ട് ആയിട്ട് നമുക്കൊരു 200ഓളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമർ പോസ്റ്റ് അല്ലെങ്കിൽ ലെക്ചറിങ് കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് പറയാം. ഇത് കൂടാതെ നമ്മുടെ PSC ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ്, IT ബോത്ത് IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇത് കൂടാതെ നമുക്ക് ഒരു ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. പ്രോഗ്രാമർ പോസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. പോസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം എക്സാംസ് ഈ ഒരു ഇയർ എൻഡിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിയർലി ഒരു 6 to 7 പോസ്റ്റുകളാണ് ഇതുവരെയും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് MCA എന്ന് പറയുന്ന രീതിയിൽ, IT എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു വർഷമാണ് നമുക്ക് 2021. അതിനെക്കാട്ടിൽ നല്ല ഒരു വർഷമായിരിക്കും 2022. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാമർ പോസ്റ്റിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 205/2021 ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അതെന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ സാലറി റേഞ്ച് ആണ്. അതായത് ഗ്രേഡ് 4 സാലറി റേഞ്ച് ആണ് വരുന്നത്. 39,500 to 83,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് വരുന്നത്. കറന്റ്ലി ഈ ഒരു നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു വേക്കൻസീസ് എങ്കിലും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോ വിളിച്ചിരിക്കുന്നത് ഒരു വേക്കൻസി വെച്ചാണ്. ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, അസിസ്റ്റന്റ് പ്രൊഫസർ IT ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരു വേക്കൻസി വെച്ചാണ് വിളിച്ചിരുന്നത്. അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് വെച്ചാൽ വളരെ വളരെ കുറവ് വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഏകദേശം 18ഓളം വേക്കൻസീസ് റിപ്പോർട്ടായി കഴിഞ്ഞ് അവർ ജോലിക്ക് കയറിയും തുടങ്ങി. അപ്പോൾ അത്രമാത്രം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രോഗ്രാമർ ആയത് കാരണം ഇപ്പോൾ കറന്റ്ലി 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നിയർലി ഒരു 40 to 60 വേക്കൻസീസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 50 to 70 വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് നമുക്ക് കോമ്പറ്റീഷൻസ് വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക്, മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ BTech, CSE, IT എന്നീ ബ്രാഞ്ചുകളിൽ ഉള്ള ആൾക്കാർക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും,
ഏതൊരു ബ്രാഞ്ചുകാർക്കും ഇലക്ട്രോണിക്സുകാർക്ക് പൊതുവെ എല്ലാ നമ്മുടെ സി എസുകാരുടെ എല്ലാ സബ്ജക്ട്സും പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇത് കൂടാതെ നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് സിവിൽ ആയിരുന്നാലും മെക്കാനിക്കൽ ആയിരുന്നാലും ഏത് ബ്രാഞ്ച് ആയിരുന്നു, ഇലക്ട്രിക്കൽ ആയിരുന്നാലും ഇലക്ട്രോണിക്സ്, അതേപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, എയറോനോട്ടിക്കൽ, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ബിടെക് മാത്രം മതി, ബിടെക് ക്വാളിഫിക്കേഷൻ മാത്രം മതി. അവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, 1 ഇയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത IT ജോബിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ആൾക്കാർ മാത്രമേ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും 1 ഇയർ എക്സ്പീരിയൻസ് കാണും. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ വേണം. ഇത് കൂടാതെ 1 ഇയർ IT എക്സ്പീരിയൻസ് വേണം. ടെക്നോ പാർക്കിലുള്ളവർക്കും ഇൻഫോ പാർക്കിലുള്ളവർക്കും ഏതൊരു ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാമർ പോസ്റ്റിൽ നമുക്ക് വേണ്ടത്. ഇത് കൂടാതെ പാരലൽ ആയിട്ട് ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസ് പോളിടെക്നിക്കൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇൻ സി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു 14 പോസ്റ്റ് ആണ് അവർ പറയുന്നത്. പക്ഷെ അത് 80ഓളം പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പോളിടെക്നിക്കലില് വർക്ക് ചെയ്യുന്ന ഒരു സാറ് തന്നെ പറഞ്ഞതാണ്. 80ഓളം വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസ്. അതിനകത്ത് ഏകദേശം 80ഓളം വേക്കൻസീസ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് ഒരു 90 ഒക്കെ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ദെൻ ഇതിന്റെ ഒരു സിലബസ് ഡിസ്കഷനും അതേപോലെ പ്രോഗ്രാമർ പോസ്റ്റിന്റെ സിലബസ് ഡിസ്കഷനും ഓൾറെഡി നമ്മളുടെ വിന്നേഴ്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഡിസ്കഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. ഇപ്പൊ നമുക്ക് മിനിമം ആയിട്ട് ഒരു സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാമർ പോസ്റ്റിൽ ആൻഡ് ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ടെൻഡേറ്റീവ് സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമറിന്റെ ഒരു സിലബസ് ആണ്. ഇതിന്റെ ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസ് പോളിക്കകത്തും ഇതിന്റെ ഒരു 80% പോർഷനും സെയിം തന്നെയാണ്. ഓക്കെ, ഒരു രണ്ട് സബ്ജക്റ്റോ ഒരു സബ്ജക്റ്റോ ഒന്ന് കൂടുതലല്ല കുറവുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ലെക്ചറിംഗ് പോളി ആവുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ കാണും. പ്രോഗ്രാമർക്ക് നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം അവർക്ക് ബാക്കി എല്ലാ ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്പർ ഓഫ് സബ്ജക്ട്സിന്റെ എണ്ണം കുറവായിരിക്കും. പക്ഷെ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും പേപ്പർ വരുന്നത്. ഓക്കെ, എക്സാം വരുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ടെൻഡേറ്റീവ് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾ. നമ്മൾ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നായിരിക്കും, ലോജിക്കൽ സിസ്റ്റം ഡിസൈൻ എന്നായിരിക്കും. ഏത് വേണമെങ്കിലും സബ്ജക്റ്റിന്റെ പേര് നിങ്ങൾക്ക് പറയാം. ഇതിന്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം, കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട്, ബൂളിയൻ എക്സ്പ്രഷൻ, കെ മാപ്പ് റെസൊല്യൂഷൻ, സിംപ്ലിഫിക്കേഷൻ യൂസിങ് കെ മാപ്പ്, സിംപ്ലിഫിക്കേഷൻ യൂസിങ് പോസ്റ്റ്ലേസ് എന്നീ ഒരു ടോപ്പിക്കുകളൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നും ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഐഡിയ വരുന്നത് ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഡിജിറ്റൽ സർക്യൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ഉള്ള ഒരു നമ്പർ സിസ്റ്റത്തിനെ പറ്റിയും അതേപോലെ അതിൻ്റെ അകത്തുള്ള കമ്പോണൻസിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽ, അതായത് കൗണ്ടേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, മെമ്മറിയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിളിനകത്ത്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതായത് ബേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആണ്. ഡിജിറ്റലിൽ നിന്നും നമ്മൾ ആർക്കിടെക്ചറിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം
കൂട്ടിച്ചേർത്തുള്ള സർക്യൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് പഠിക്കുന്നത്. റാമിനെ പറ്റി പഠിക്കുന്നുണ്ട്, റോമിനെ പറ്റി പഠിക്കുന്നുണ്ട്, CPU എങ്ങനെയാണ് സിഗ്നൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, പൈപ്പ് ലൈനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ക്യാഷിനെ പറ്റി, വിർച്വൽ മെമ്മറി കൺസെപ്റ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും. നെക്സ്റ്റ് വൺ മാത്തമാറ്റിക്സിന്റെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോജിക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസുകാരുടെ മെയിൻ സബ്ജക്റ്റ് ആയ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണ് ഈ സെറ്റ് തിയറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഗ്രൂപ്പിനെ പറ്റി പഠിക്കാനുണ്ട്, ലാറ്റിസസിനെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ സെറ്റ് തിയറി പഠിക്കാനുണ്ട്, സെറ്റ് ഫങ്ഷൻസ് റിലേഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇത് കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിനകത്ത് നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ച് പഠിക്കും. പ്രോബബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ നിന്നും ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പല കേസസും CPU ഷെഡ്യൂളിംഗ് ആയിരുന്നാലും, ഡിസ്ക് ഷെഡ്യൂളിംഗ് ആയിരുന്നാലും, മെമ്മറി മാനേജ്മെന്റ് സ്കീംസ് ആയ പേജിംഗ്, സെഗ്മെന്റേഷൻ, കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ, ഇതിനെ പറ്റി എല്ലാ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു സബ്ജക്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും അത് PSC ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗിൽ മെയിൻലി നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേഴ്സിനെ പറ്റി ഉള്ള ഡീറ്റെയിലും, സർവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, IP അഡ്രസ് എന്താണ്, IP അഡ്രസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ലേയേർഡ് ആർക്കിടെക്ചർ, TCP/IP ആർക്കിടെക്ചർ, OSI ആർക്കിടെക്ചർ, പിന്നെ നമ്മുടെ കണക്റ്റിംഗ് ഡിവൈസസ് ആയ സ്വിച്ച്, ഹബ്ബ്, അതേപോലെ ഗേറ്റ് വേ, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് ആയ HTTP, SMTP, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലെ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വെബ് ടെക്നോളജി. കാരണം പ്രോഗ്രാമിംഗില് നമ്മൾ മെയിൻലി വെബ് പേജ് ഡിസൈനിങ്ങും അതേപോലെ വെബ് പേജ് ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വെബ് ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് പഠിക്കാൻ കുറെ പ്രോഗ്രാമിംഗ് ഉണ്ട്. HTML പഠിക്കാനുണ്ട്, XML പഠിക്കാനുണ്ട്, അതേപോലെ CSS പഠിക്കാനുണ്ട്, ദെൻ അതേപോലെ HTML, CSS, PHP പഠിക്കാനുണ്ട്, ജാവാസ്ക്രിപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കേസസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും പല ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. HTML-ന്റെ ടാഗ്സിനെ പറ്റി തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ PHP-നെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിന്റെ അകത്തുള്ള ഒരു സർവർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഓരോ ടാഗ് തന്നിട്ട് ആ ടാഗ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിച്ച് പല ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. നിയർലി ഇതിനകത്ത് നമുക്കൊരു 5 to 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഈ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം. സിമിലർ ഒരു സിലബസ് ആണ് ലെക്ചറിംഗ് കമ്പ്യൂട്ടർ സയൻസിനകത്തും വെബ് ടെക്നോളജിക്കകത്തുള്ളത്. അവിടെയും PHP-യും HTML-ഉം XML-ഉം CSS-ഉം ഒക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം. ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആയ ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി എല്ലാ സിലബസിനകത്തും നമ്മൾ പറയുന്നത്. ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ആയ ലിങ്ക് ലിസ്റ്റ്, അറേ, അതേപോലെ സ്റ്റാക്ക്, ക്യൂ എന്നീ ഇതും നോൺ ലീനിയർ ആയ ട്രീ ആൻഡ് ഗ്രാഫിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻഡെപ്ത് പഠിക്കണം. അതിന്റെ അൽഗോരിതം, സോർട്ടിങ്ങിന്റെ അൽഗോരിതം, അതേപോലെ ഓരോ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റീസ്, കോംപ്ലക്സിറ്റി ക്ലാസ്സസ് ആയ NP ആൻഡ് NP, പോളിനോമിയൽ ക്ലാസ്, നോൺ പോളിനോമിയൽ ക്ലാസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റാ സ്ട്രക്ചർ. ഡേറ്റാ സ്ട്രക്ചറിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ 5 to 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊസീജറൽ ലാംഗ്വേജ് കൺസെപ്റ്റും വേണം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് കൺസെപ്റ്റും വേണം. അത് രണ്ടും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിയും ഉണ്ട്, CPP അല്ലെങ്കിൽ ജാവ. അപ്പൊ നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് CPP-യും ജാവയും ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജാവയ്ക്കാണ്. ഓക്കെ, ജാവ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. നെറ്റ്വർക്കിന്
അതേപോലെ ഇമ്പോർട്ടൻസ് ആണ് എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും, സ്റ്റോർ പ്രൊസീജിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതേപോലെ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വറി എഴുതുന്നത്, അതേപോലെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേറ്റാബേസിനകത്താണ് പഠിക്കുന്നത്. ഒരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് അതിന്റെ ഹയർ എൻഡ് ആയിട്ടുള്ള സ്റ്റോർ പ്രൊസീജിയേഴ്സ് വരെ നമ്മൾ പഠിക്കുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റിനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ്. അവിടെയും നമുക്ക് 5 to 10 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെന്ന് പറയുന്നത് വെബ് ടെക്നോളജി, ഡേറ്റാ സ്ട്രക്ചേഴ്സ്, അതേപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഡിസൈൻ ഫേസിൽ എന്ത് ചെയ്യണം, റിക്വയർമെന്റ് ഫേസിൽ എന്ത് ചെയ്യണം, അതേപോലെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റെനൻസിന് വേണ്ടി എന്ത് ചെയ്യണം, കോഡിംഗ് സമയത്ത് എന്ത് ചെയ്യണം, ടെസ്റ്റിംഗ് സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ അവിടെ നമുക്ക് മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം ആണ്. സോ 1 to 5 ക്വസ്റ്റ്യൻസ് എന്ന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് വെബ് ടെക്നോളജി, ഡേറ്റാ സ്ട്രക്ചർ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് യൂസിങ് C++ ആൻഡ് ജാവ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ, പിന്നെ അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമാണ്. ബാക്കി ഈ സബ്ജക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, പക്ഷെ അത്ര കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 4-5 ഒരു മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. കാരണം നമ്പർ ഓഫ് സബ്ജക്ട്സ് ഇവിടെ കുറവാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തൊട്ട്, അതായത് 2020 തൊട്ട് ടെക്നിക്കൽ എക്സാംസിന് നോൺ ടെക്നിക്കൽ പാർട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പണ്ടൊക്കെ ആണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറും അതേപോലെ ലെക്ചറിംഗ് പോളിക്കകത്തും കൂടുതൽ പേരും കയറുന്നത് ആ 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്നവരായിരുന്നു റാങ്ക് ലിസ്റ്റ് കയറുന്നത്. അവർക്ക് ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് കുറവായിരിക്കും. എന്താണ് അവർക്ക് ആകെ അറിയാവുന്നുള്ളത് നോൺ ടെക്നിക്കൽ പാർട്ടായിരിക്കും. അങ്ങനെയുള്ളവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഒരു ഇത് കുറയും, സ്റ്റാൻഡേർഡ് കുറയുന്നു എന്ന് പറഞ്ഞ് PSCയിലെ പല കംപ്ലൈന്റ്സും പോയി. അതിനുശേഷം ടെക്നിക്കൽ എക്സാംസിന്, ഇത് ഞാൻ പറയുന്നത് ടീച്ചിങ് പാർട്ട് മാത്രമല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB-യിലുണ്ട്, അതേപോലെ സിവിലിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് കാരണം ടെക്നിക്കൽ നോളജ് ഇല്ലാതെ നോൺ ടെക്നിക്കൽ നോളജ് ഉള്ളവർ റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്നു. അവരെ പറ്റി കൂടുതൽ കംപ്ലൈന്റ്സ് വരുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ എന്ത് ചെയ്തു, ടെക്നിക്കൽ എക്സാംസിൽ നിന്നും നമ്മുടെ നോൺ ടെക്നിക്കൽ പാർട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യനും കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ PSCയുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 30% എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഒരു 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പാർട്ടായിരിക്കും. ആ 40 ക്വസ്റ്റ്യൻസിൽ തന്നെ എക്സ്ട്രാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസും കൂടെ കാണും. അപ്പോൾ ഈ ഒരു 20% എക്സ്ട്രാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 20% ആര് അറ്റൻഡ് ചെയ്യുന്നോ അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു ഗേറ്റ് രീതിയിലുള്ള ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 100ൽ 30 മാർക്ക് കിട്ടാൻ പറ്റും. ആ 30 മാർക്ക് കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഡിഫിക്കൽട്ടില് ഏകദേശം ഒരു 25% എങ്കിലും നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റും. റാങ്ക് ലിസ്റ്റ് എത്തിയിട്ട് മാത്രം കാര്യമില്ല. റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് റാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കാര്യമില്ല. ഒരു നമ്മൾ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 30 റാങ്കിനകത്ത് തന്നെ നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്കൊരു ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ 30 റാങ്കിൽ അകത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ നമ്മുടെ വർക്ക് അതേപോലെ ആയിരിക്കണം, വർക്കിംഗ് അതേപോലെ ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലതായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകൾ നമ്മൾ അപ്പിയർ ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് പഠിക്കുകയും കൂടെ വേണം. അപ്പൊ ഈ ഒരു കേസിൽ ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും എന്തായിരിക്കും, വർക്കിംഗ് ആയിരിക്കും. വർക്കിംഗ് ആയിരിക്കുമ്പോൾ അവര് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമയം കണ്ടെത്തി അതിനു വേണ്ടി ആദ്യം തൊട്ടേ ഫ്രം ദി സ്ക്രാച്ച് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ വളരെ പാടായിട്ടുള്ള ഒരു കേസാണ്. കറന്റ്ലി
അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഓർമ്മ കാണും. പക്ഷേ ഒരു 5 വർഷമായി പഠിക്കുന്നില്ല, ആദ്യമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഓൾ ഓഫ് എ സഡൻ എല്ലാ സബ്ജക്ട്സും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താണ് ഒരു എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു വേയും തരുന്നതാണ് വിന്നേഴ്സ് അക്കാഡമിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഡെയിലി ക്ലാസ്സസ് കാണും. അതിന്റെ ക്ലാസ്സസിന്റെ എൻഡിൽ എന്ന് പറയുന്ന ആ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസിന്റെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണും. ആ ഡിസ്കഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിട്ട് വീക്ക്ലി മോക്ക് ടെക്സ്റ്റ് കാണും. ഈ മോക്ക് ടെക്സ്റ്റ് അപ്പിയർ ചെയ്ത് ഏകദേശം ഒരു 6 മന്ത്സോളം നിങ്ങളുടെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ടും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാൻ മാത്രമല്ല, അതിനകത്ത് നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും പറ്റും. ഓക്കെ, അപ്പോൾ ലെക്ചറിങ് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രോഗ്രാമിംഗിന്റെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് എൻക്വയറീസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം.